റഹീസ് റഷീദ്, വെരി ഗുഡ് മോർണിംഗ് റഹീസ്. CP മന്ത്രിമാരോട് തലസ്ഥാനത്തെത്താൻ ഇന്നലെ നിർദ്ദേശം നൽകിയതായിട്ടാണ് അറിയുന്നത്. എല്ലാ മന്ത്രിമാരും തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇത് രാവിലെ നടക്കേണ്ട മന്ത്രിസഭാ യോഗമാണ് വൈകുന്നേരത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. അത് കൂടുതൽ സമയം വാങ്ങുകയാണ്. CPI-യുമായിട്ട് ചർച്ച നടത്താൻ പോകുന്നു. അതിൽ തന്നെ മുഖ്യമന്ത്രിയും ജനറൽ സെക്രട്ടറി MA ബേബിയും നേരിട്ട് ബിനോയ് വിശ്വവുമായിട്ട് ചർച്ച നടത്താൻ പോകുന്നു. ഒരു പ്രധാന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു മന്ത്രിസഭാ ഉപസമിതിയുടെ മേൽനോട്ടത്തിൽ മാത്രമേ PM-ശ്രീ പദ്ധതി നടപ്പാക്കുകയുള്ളൂ എന്നൊരു ഉറപ്പ് CPI-ക്ക് നൽകാം. ഒരു തരത്തിലും CPI ആശങ്കപ്പെടുന്ന വർഗീയമായിട്ടുള്ള അജണ്ടകൾ കടന്നു വരാതിരിക്കാൻ ഈ CPI-യുടെ മന്ത്രിമാരെ കൂടി വേണമെങ്കിൽ ഇത് ഉൾപ്പെടുത്താം എന്നതടക്കം ഇപ്പോൾ മുഖ്യമന്ത്രിയും CPM-ഉം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ നിർദ്ദേശത്തിൽ ഇതുവരെയും CPI അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല, പിന്മാറ്റം എന്നൊരൊറ്റ വാചകത്തിൽ നിൽക്കുകയാണ്. പിന്മാറുന്നത് സന്നദ്ധത അറിയിച്ചൊരു കത്ത് കൊടുക്കണം എന്നുള്ളതാണ് CPI-യുടെ ആവശ്യം. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ഇത് സാധ്യമല്ലെങ്കിൽ എങ്ങനെയാണ് CPI അനുനയിപ്പിക്കാൻ പോകുന്നത് റഹീസ്? CPI ഇന്നത്തെ ജനയുഗത്തിൽ ജിസ്മോൻ എഴുതിയ ലേഖനത്തിലും പറയുന്നത് ഈ പദ്ധതിക്ക് കീഴടങ്ങലല്ല, പോരാട്ടമായിരുന്നു ആവശ്യം എന്നല്ലേ? അപ്പോൾ CPI-യും ഘടിപ്പിക്കും, CPM-ഉം ഘടിപ്പിക്കും. അങ്ങനെ വന്നാൽ അതൊരു വലിയ പ്രതിസന്ധിയാവില്ലേ റാഹീഷ്? ഗുഡ് മോർണിംഗ് അരുൺ. പ്രതിസന്ധി വലുതാണ്. അത് എങ്ങനെ അഴിക്കാൻ പറ്റും എന്നത് രണ്ട് പാർട്ടി നേതാക്കളും എടുക്കുന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇന്ന് CPIM നേതാക്കൾ ബിനോയ് വിശ്വവുമായി ചർച്ച നടത്തുമ്പോൾ അവർക്ക് പുതുതായി ബിനോയ് വിശ്വത്തിന് മുന്നിൽ വെക്കാൻ ഒന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ചർച്ചയിൽ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനോയ് വിശ്വത്തിന് മുമ്പിൽ വെച്ച ഒരു കാര്യമാണ്, ഒരു ഓഫറാണ്. LDF സമിതിയും മന്ത്രിസഭാ ഉപസമിതിയും ഈ വിഷയത്തിൽ ഒരു ഉപസമിതി ഉണ്ടാകും. അവരുടെ തീരുമാനമനുസരിച്ച്, അതായത് CPI മന്ത്രിമാർ കൂടി ഉൾക്കൊള്ളുന്നതായിരിക്കും ഈ ഉപസമിതി. അതിൽ വിദ്യാഭ്യാസ മന്ത്രിയും ഉണ്ടാകും. ആ ഉപസമിതി ആയിരിക്കും PM-ശ്രീ വിഷയത്തിൽ തുടർന്നുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക എന്നൊരു ഓഫർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനോയ് വിശ്വത്തിന് മുമ്പ് മിനിഞ്ഞാന്ന് വെച്ചതാണ്. പക്ഷേ ആ ഓഫർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നതല്ലാതെ മറ്റൊരു ഓപ്ഷനും ഞങ്ങളുടെ മുമ്പിലില്ല എന്നാണ് ബിനോയ് പിണറായി വിജയനോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ അവർ ഉറച്ചു നിൽക്കും. ഏകകണ്ഠമായ ഒരു ചെറിയ മാറ്റം, അതൊരു ഡിപ്ലോമാറ്റിക് മാറ്റം മാത്രമാണ്. പദ്ധതിയിൽ നിന്ന് പെട്ടെന്ന് പിന്നോട്ട് പോകാൻ നടപടിക്രമങ്ങളിൽ കാലതാമസം ഉണ്ടാവുകയാണെങ്കിൽ അത് ഞങ്ങൾ മനസ്സിലാക്കാം. അതുകൊണ്ട് കേരളം കേന്ദ്രത്തിനൊരു കത്തയക്കണം. ഈ പദ്ധതിയിൽ നിന്ന് കേരളം പിന്മാറുകയാണ്, അതിനുള്ള നടപടിക്രമങ്ങൾ കേന്ദ്രം ചെയ്യണമെന്ന് കത്തയക്കുകയും ആ കത്ത് മാധ്യമങ്ങൾ വഴി പ്രസിദ്ധീകരിക്കുകയും ചെയ്യണം എന്നൊരു ഉപാധി ഇന്ന് ബിനോയ് വിശ്വം ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കും. പക്ഷേ അതിൻ്റെ അർത്ഥം പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് അത് CPIM-ന്റെ നേതാക്കൾ ഇന്നലെ വൈകിട്ടും അവർ കൂടിയാലോചന നടത്തി. പിന്നോട്ട് പോകേണ്ട പദ്ധതിയിൽ നിന്നെന്ന തീരുമാനം CPM-ഉം മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊപ്പം ഞങ്ങളില്ല, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമായി മന്ത്രിസഭയിൽ ഇരിക്കില്ല എന്ന നിലപാട് CPIM എടുത്തതുകൊണ്ട് എന്തും സംഭവിക്കാം. അതിനകത്ത് മറ്റു തരത്തിലുള്ള ഫോർമുലകൾ വരുന്നുണ്ടോ? MA ബേബിയൊക്കെ പങ്കെടുക്കുന്നത് കൊണ്ട് ഒരു ഡിപ്ലോമാറ്റിക് ചർച്ചയിൽ ഇത് പരിഹരിക്കാൻ പറ്റുമോ എന്നാണ് CPIM നോക്കുന്നത്. പക്ഷെ അതിനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ ഒട്ടും കാണുന്നില്ല. സാധ്യതകളുടെ കലയാണല്ലോ രാഷ്ട്രീയം. എന്തും സംഭവിക്കാൻ വരുന്ന മണിക്കൂറുകളിൽ എന്നുള്ളതാണ്. ഗോപാൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോപാൽ, വെരി ഗുഡ് മോർണിംഗ് ഗോപാൽ. ഇതിൽ NEP നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന CPI-യിലെ ഒരു മന്ത്രിയുടെ വകുപ്പിൽ തന്നെ, അതായത് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദിന്റെ കാർഷിക സർവകലാശാലയിൽ തന്നെ NEP-യുടെ ഭാഗമായിട്ടുള്ള പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് 2023 തന്നെ നടപ്പിലാക്കിയിരുന്നു. സിലബസും ഫ്രെയിംവർക്കും ഒക്കെ നോക്കുമ്പോഴും NEP-യുടെ ഭാഗമായിട്ടുള്ള 30-40% കമ്പോണന്റുകൾ CPI-യുടെ മന്ത്രിയുടെ വകുപ്പിൽ തന്നെയുണ്ട് അല്ലേ ഗോപാൽ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. അങ്ങനെ തന്നെയാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഖശിഖാന്തം അല്ലെങ്കിൽ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് ഈ പദ്ധതിയെ ആദ്യം എതിർത്തത്, അതായത് PM-ശ്രീ പദ്ധതിയെ ക്യാബിനറ്റിൽ ആദ്യം എതിർത്ത ആൾക്കാരിൽ ഒരാളാണ് കൃഷിമന്ത്രിയായ P. പ്രസാദ്. ഇത്തരത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ അത് കാവ്യവൽക്കരണമാണ് എന്നതായിരുന്നു P. പ്രസാദ് ക്യാബിനറ്റ് യോഗത്തിൽ അന്ന് ഉന്നയിച്ചത്. അതേ P. പ്രസാദ് പ്രോ ചാൻസലറായിട്ടുള്ള കാർഷിക സർവകലാശാലയിൽ കഴിഞ്ഞ വർഷം തന്നെ NEP-യുടെ
ഏകദേശം 40-50% പദ്ധതികളും വ്യവസ്ഥകളും നടപ്പിലാക്കി എന്ന വിവരമൊക്കെയാണ് ഈ ഘട്ടത്തിൽ ചർച്ചയായി വീണ്ടും ഉയർന്നു വരുന്നത്. കാർഷിക സർവകലാശാലയിൽ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് നടപ്പിലാക്കിയത് കൂടാതെ സിലബസിൽ പൂർണ്ണമായും NEP-ന് വിധേയപ്പെട്ടുകൊണ്ടുള്ള പുതിയ സിലബസ് തന്നെ തയ്യാറാക്കി എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ ചില എടുത്തു പറയേണ്ട ഘടകങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് സൂചിപ്പിക്കാനായിട്ടുണ്ട്. അതിലൊന്ന് ദീക്ഷാരംഭം എന്ന പുതിയ സംവിധാനമാണ്. എല്ലാ വർഷവും 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് തുടങ്ങി ആദ്യ 2 ആഴ്ചകളിൽ ഓറിയന്റേഷൻ ക്ലാസ് നടത്താറുണ്ട്. അതിന് ഓറിയന്റേഷൻ ക്ലാസ് എന്ന പേരിൽ തന്നെയാണ് ഇത്ര കാലവും നടത്തി വന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ ആ ക്ലാസിൻ്റെ പേര് ദീക്ഷാരംഭം എന്ന് പുനഃക്രമീകരിക്കുകയും അത് NEP-യിൽ പറഞ്ഞതിനാൽ ദീക്ഷാരംഭം എന്ന് മാറ്റിയിരിക്കുന്നു എന്ന് കാട്ടി ഉത്തരവിറക്കം പുറത്തിറക്കുകയുമായിരുന്നു. അത്തരത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ ദീക്ഷാരംഭം എന്ന രീതിയിലാണ് 2 ബാച്ചുകളുടെ ഓറിയന്റേഷൻ ക്ലാസുകൾ പുരോഗമിച്ചു വരുന്നത്. പിന്നീട് NEP-യിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്രെഡിറ്റ് ബാങ്കിങ്. അതായത് ഒരു സർവകലാശാലയിൽ പഠിച്ച വിദ്യാർത്ഥിക്ക് മറ്റൊരു സർവകലാശാലയിൽ വന്ന് പഠിക്കുകയും ആ ക്രെഡിറ്റുകൾ ഒരു ബാങ്കിങ് സംവിധാനത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. ആ ക്രെഡിറ്റ് ബാങ്കിങ് സംവിധാനം ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെമസ്റ്റർ എക്സിറ്റിംഗ്, അതുപോലെ തന്നെ സെമസ്റ്ററുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ, ചില ICAR അംഗീകരിച്ച ചില പുതിയ NEP കോഴ്സുകൾ എന്നിവയെല്ലാം തന്നെ കാർഷിക സർവകലാശാലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് നടപ്പിലാക്കേണ്ട സാഹചര്യം വന്നിരുന്നു. കാരണം NEP നടപ്പിലാക്കിയാൽ മാത്രമേ PM ഉഷ ഫണ്ട് ലഭിക്കുകയുള്ളൂ, റൂസ ഫണ്ട് ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ കൂടുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നതൊക്കെ അതിൻ്റെ സാങ്കേതികമായ കാര്യമാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഒരു തരത്തിലും NEP അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞ CPI, ആ CPIയുടെ യുദ്ധത്തിന് മുന്നിൽ നിന്ന P. പ്രസാദ് മന്ത്രി, ആ മന്ത്രിയുടെ വകുപ്പിൽ അതിന് കീഴിലുള്ള ഒരു സർവകലാശാലയിൽ ഇത്തരത്തിലേക്കുള്ളൊരു സംവിധാനം ഉണ്ടാകുന്നു. ആ സംവിധാനത്തിനെ ആ തരത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് ചർച്ചയായി സജീവമാക്കി നിർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്. ഇതിനെ ഈ ഒരു വിവരം കൂടി പുറത്തു വരുമ്പോൾ CPIയെ ഒരു തരത്തിൽ ചെറിയ തരത്തിലെങ്കിലും പ്രതിരോധത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ നിലപാടുകളിലെ ഇരട്ടത്താപ്പല്ലേ ഇത്തരത്തിൽ P. പ്രസാദും കൃഷി വകുപ്പും CPIയും എടുക്കുന്നത് എന്ന ചോദ്യം ഉയർന്നു വരുന്നു. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. ഗോപാൽ ശീലാസനിലാണ് നമുക്കൊപ്പം ചേർന്നത്. റാഹി സുഷീദും TV പ്രസാദും. അപ്പോൾ 2 ഓപ്ഷനുകൾ മാത്രമേ മന്ത്രിസഭയ്ക്ക് മുന്നിലുള്ളൂ. ഒന്നുകിൽ CPIയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാം എന്നുള്ള ഒരു കത്ത് പുറത്തുവിടുക, ആ കത്ത് കേന്ദ്രത്തിന് അയക്കുക, ആ കത്ത് മാധ്യമങ്ങൾ വഴി എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ് CPIയുടെ ആവശ്യം. എന്നാൽ CPM ഇത് ചെയ്തു കഴിഞ്ഞാൽ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് പിന്മാറുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കും എന്നുള്ളത് അറിയാം. മാത്രമല്ല അങ്ങനെ ഒറ്റയ്ക്ക് പിന്മാറാനും കഴിയില്ല. NEP-യുടെ ഒരു സ്വഭാവവും അങ്ങനെയാണ്. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഈ ധാരണാപത്രം അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പക്ഷേ CPയെ പ്രകോപിച്ചുകൊണ്ട് ആ തീരുമാനം എടുക്കുമോ? ആ തീരുമാനം എടുത്തില്ലെങ്കിലോ കോടതി കയറാനുള്ള സാധ്യതയുമുണ്ട്. മന്ത്രിസഭ അംഗീകാരമില്ലാത്ത MOU എന്നതായിരിക്കും ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിന് സർക്കാർ എന്ത് മറുപടി പറയും? ഇതുവരെ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിട്ടില്ല, ഈ കരാർ അംഗീകരിച്ചിട്ടില്ല. ഈ കരാർ ഒപ്പിടാൻ വേണ്ടിയിട്ട് വകുപ്പ് സെക്രട്ടറി വാസുകിയെ മന്ത്രിസഭ തീരുമാനിച്ച് ഒരു GOയും ഇറക്കിയിട്ടില്ല. ഇതാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട സാങ്കേതിക പ്രശ്നം. എന്തായാലും സംഭവം കുരുക്കാണ്. കാത്തിരുന്ന് കാണാം.